ആകാശവാണി നമസ്കാരം. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഒരു പരിസമാപ്തിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാവി പ്രവർത്തനങ്ങൾ പ്രതിബദ്ധതകളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന്റെ ആദ്യ 3 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന് പ്രതീക്ഷിച്ചതിലും വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു. നിരവധി തോൽവികൾ നേരിട്ട പാകിസ്ഥാൻ സൈന്യം മെയ് 10-ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് DGMOയെ സമീപിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ എല്ലാ ഭീകരപ്രവർത്തനങ്ങളും സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകി. ഇതോടെയാണ് ഇന്ത്യ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും പാക് ഭീകരർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും എതിരായ പ്രത്യാക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा. भारत की सेनाओं ने पाकिस्तान में आतंक के ठिकानों पर, उनके ट्रेनिंग सेंटर्स पर सटीक प्रहार किया. आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता है. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇന്ത്യയുടെ സ്ഥാപിത നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും ശക്തവും ദൃഢവുമായ മറുപടി നൽകും. ആണവ ഭീഷണിയും വിലപേശലും വെച്ചുപൊറുപ്പിക്കില്ല. ഭീകരരെ പോലെ തന്നെ ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും നേരിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पहला, भारत पर आतंकी हमला हुआ तो मुंह तोड़ जवाब दिया जाएगा. हम अपने तरीके से अपनी शर्तों पर जवाब देकर रहेंगे. हर उस जगह जाकर कठोर कार्रवाई करेंगे जहां से आतंक की जड़ें निकलती हैं. दूसरा, कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. तीसरा, हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി രാജ്യത്തിന്റെ ഐക്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ കാലഘട്ടം യുദ്ധത്തിന്റേതല്ല, ഭീകരതയുടെ കാലഘട്ടമാക്കി മാറ്റാൻ വിട്ടുകൊടുക്കുകയുമില്ല. ഭീകരതയും ചർച്ചകളും ഒന്നിച്ചു പോകില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി. हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्यूपाइड कश्मीर POK उस पर ही होगी. मानवता, शांति और समृद्धि की तरफ बढ़े, हर भारतीय शांति से जी सके, विकसित भारत के सपने को पूरा कर सके, इसके लिए भारत का शक्तिशाली होना बहुत जरूरी है. രാജ്യത്തെ ധീരരായ സായുധ സേനകളെയും സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ശാസ്ത്രജ്ഞരെയും അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള സേനകളുടെ ശൌര്യവും ധൈര്യവും രാജ്യത്തെ ഓരോ അമ്മയ്ക്കും സഹോദരിക്കും മകൾക്കും സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി മേഖലയിൽ നിന്നും സൈനികരെ കുറയ്ക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. ഇരുപക്ഷവും തമ്മിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMO തല ചർച്ചയിലാണ് തീരുമാനം. ഇരുപക്ഷവും വെടിയുതിർക്കുകയോ പരസ്പരം പ്രകോപനപരമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യരുതെന്ന വാഗ്ദാനം തുടരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ജമ്മുകശ്മീരിലെ സാംബയ്ക്ക് സമീപം സംശയാസ്പദമായ ചില ഡ്രോണുകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. എന്നാൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സൈന്യം അറിയിച്ചു. ജമ്മുവിലെ അതിർത്തിക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ വീണ്ടും തുറക്കാൻ ജമ്മു കശ്മീർ സർക്കാർ തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി സക്കീന ഇറ്റു സാമൂഹ്യമാധ്യമ പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണ സംഭവങ്ങളെ തുടർന്ന് സ്ഥിതിഗതികൾ സമഗ്രമായി അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തുടരും. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര ബന്ധം ഉയർത്തിക്കാട്ടി ഇടപെട്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:45-ന്.